പ്രഭാവതി മുരളിയുടെ അമ്മയായിട്ട് സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ഇന്നത്തെ എപ്പിസോഡിലും പ്രഭാവതി മുരളിയുടെ അമ്മയോട് പറയുന്നത് തിരികെ ജോലി കാരണം ഭയങ്കര വിഷമത്തോടെയാണ് സംസാരിക്കുന്നത്. പിന്നീടിലേക്ക് ദേവിക വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദേവികയോട് പ്രഭാവതി ഭയങ്കരമായിട്ട് ചൂടായി സംസാരിക്കുന്ന സമയത്ത് മുരളിയുടെ അമ്മ പറയും, മോള് പൊക്കോളും, ഞാൻ കാരണം മോൾക്ക് വഴക്ക് കേൾക്കണ്ട. എന്നിട്ട് ദേവികയുടെ പ്രഭാവതിയുടെ ഒരു മുരളീൻ്റെ അമ്മ പറയും, ഞാൻ എന്തായാലും വരുന്നില്ല കുഞ്ഞ്, ഞാൻ ജോലിക്ക് പോവുകയാണ്, തൊഴിലുറപ്പ് ജോലിക്കാണ് മുരളീൻ്റെ അമ്മ പോകുന്നത്. പറയുന്നുണ്ട് അവരങ്ങനെ പോവുകയാണ്. അവർ പോയി കഴിയുമ്പോൾ പ്രഭാവതിക്ക് ഭയങ്കര സങ്കടമാണ്. ആ ദേഷ്യം മൊത്തം തീർക്കും ദേവികയോട് ഭയങ്കരമായിട്ട് ചൂടായി സംസാരിക്കുന്നത് കാണുമ്പോൾ ദേവിക പറയും, ആൻറ്റി വരാത്തതുകൊണ്ട് വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ കയറി സംസാരിച്ചതെന്നൊക്കെ പറയും. അതിനുശേഷം ദേവികയുടെ അച്ഛൻ മാധവൻ ദേവികയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇവരെ ഒന്ന് പേടിപ്പിച്ചാലോ എന്നൊക്കെ തല്ലിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവിക പറയും, വേണ്ട, പേടിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെയാണ് തീരും. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ്. പ്രകാശ് മീരയെ ഫോൺ ചെയ്യുന്നതാണ്. മീര പ്രകാശിന്റെ ഫോൺ കാണുമ്പോൾ തന്നെ മീര ഞെട്ടി ഫോണിലേക്ക് നോക്കുന്നുണ്ട്. പിന്നീട് ഫോണിൽ ആരും കാണാതെ ചെന്ന് സംസാരിക്കുന്ന ഇടയ്ക്ക് രജനി കയറി വരുന്നു. രജനിനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് മീര സ്റ്റക്കായി നിന്ന് പെട്ടെന്ന് അവനോട് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുന്നു. രജനിക്ക് എന്തോ മീരയുടെ കാര്യത്തിൽ ഒരു ഡൗട്ട് പോലെ തോന്നുന്നു. അതാരാണെന്ന് ചോദിക്കുമ്പോൾ ഗിരീഷ് മാഷിനെ വിളിച്ച, പക്ഷേ റോങ് നമ്പർ ഒരാൾക്ക് പേ അതുകൊണ്ടാണ് ചൂടായി എന്നൊക്കെ പറയും. അങ്ങനെ ഗിരീഷ് മാഷിനെ വിളിച്ച് രജനിക്കിന്റെ കയ്യിലേക്ക് നിർബന്ധമായിട്ട് പിടിച്ചു കൊടുക്കുകയാണ് ഫോണ്. അങ്ങനെ രജനി ഗിരീഷ് മാഷും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ അവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. ഗിരീഷ് രജനിയോട് ചോദിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ നിന്നോട് സംസാരിക്കാറുണ്ട്, നീ കേൾക്കാറില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ രജനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. രജനി പറയുന്നത് ഞാൻ കേൾക്കാറുണ്ടെന്ന് പറയും. അപ്പം എൻ്റെ കാത്തിരിപ്പ് അവസാനിക്കാറായി എന്നൊക്കെ ഒരു തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രജനിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഗിരീഷ് മാഷ് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ പ്രകാശൻ എന്തോ ഇങ്ങനെ സംസാരിച്ച് കളിയാക്കും. അപ്പം അത് കഴിയുമ്പോൾ രജനി ആരോ വന്ന് ഞാൻ പെട്ടെന്ന് കട്ടാക്കുക എന്ന് പറയാൻ കട്ടാക്കി. പിന്നീട് കാണിക്കുന്ന നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോണ്. ഭഗവതി മാധവനോട് പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി പോകുന്നു. അതിന് ദേവിയെ ചോദ്യം ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് മീര ഗിരീഷിനോട് പ്രകാശിന്റെ ശല്യത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ പ്രകാശനാണെന്ന് അറിയാണ്ട് ഗിരീഷ് പ്രകാശിനെ വിളിച്ച് വഴക്ക് പറയുന്നു, ചീത്ത പറയുന്നൊക്കെയാണ്. പിന്നെ കാണിക്കുന്നത് മുരളിയുടെ വീടാണ്. മുരളിയുടെ വീട്ടിൽ നന്ദു മുരളിയും തമ്മിൽ ഗിരീഷിന്റെയും രജനീന്റെയും വിവാഹത്തെ പറ്റി സംസാരിക്കാൻ, നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് അവരുടെ വിവാഹം നടത്തണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയും പ്രഭാവതിനെയാണ്. സിദ്ധു പ്രഭാവതിനെ ഉപദേശിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാണിച്ചിരുന്നത്. പ്രമോ അവസാനിക്കുന്നത്. നാളത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.